എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന എന്നാൽ നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുള്ള നെഗറ്റീവ് മാർക്സ് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപകട സൂചനയ്ക്കുള്ള സിഗ്നലുകളുടെ നിറം എന്താണ്? സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? ചുവപ്പാണ് അപകട സൂചനയ്ക്കുള്ള സിഗ്നലുകളുടെ നിറം. എന്നാൽ സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞയാണ്. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1972 ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1986 ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972, ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. സൂര്യ കലണ്ടർ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ്? ചന്ദ്ര കലണ്ടർ കണ്ടുപിടിച്ചത് ആരാണ്? ഈജിപ്തുകാരാണ് സൂര്യ കലണ്ടർ ആദ്യമായി കണ്ടുപിടിച്ചത്. മെസപ്പൊട്ടോമിയക്കാരാണ് ചന്ദ്ര കലണ്ടർ കണ്ടുപിടിച്ചത്. സൂര്യ കലണ്ടർ ആദ്യമായി കണ്ടുപിടിച്ചത് ഈജിപ്തുകാർ, ചന്ദ്ര കലണ്ടർ കണ്ടുപിടിച്ചത് മെസപ്പൊട്ടോമിയക്കാർ. ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ആരാണ്? ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ആരാണ്? നർഗീസ് ദത്താണ് ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത്. ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ദേവിക റാണി റോറിച്ച്. നർഗീസ് ദത്ത് ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ, ദേവിക റാണി റോറിച്ച് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മതനവീകരണത്തിൻ്റെ പിതാവ് ആരാണ്? മാർട്ടിൻ ലൂഥർ കിങ് ആണ് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്. മതനവീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂഥർ. മാർട്ടിൻ ലൂഥർ കിങ് അമേരിക്കൻ ഗാന്ധി, മതനവീകരണത്തിൻ്റെ പിതാവ് മാർട്ടിൻ ലൂഥർ. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക്കിലാണ് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത്. സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് നാസിക്കിലാണ്. സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? KM മാണിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി മൊറാർജി ദേശായിയുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി KM മാണി. ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി മൊറാർജി ദേശായി. ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫി കണ്ടുപിടിച്ചത് ആരാണ്? EEG ഇലക്ട്രോ എൻസെഫലോഗ്രഫി കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഐന്തോവനാണ് ECG കണ്ടുപിടിച്ചത്. ഹാൻസ് ബർജറാണ് EEG കണ്ടുപിടിച്ചത്. ഇലക്ട്രോ കാർഡിയോഗ്രഫി ECG കണ്ടുപിടിച്ചത് വില്യം ഐന്തോവൻ. ഇലക്ട്രോ എൻസെഫലോഗ്രഫി EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബർജർ. കേരള ഗവർണറായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യയിൽ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? വി വിശ്വനാഥനാണ് കേരള ഗവർണറായ ആദ്യ മലയാളി. ഇന്ത്യയിൽ ഗവർണറായ ആദ്യ മലയാളിയാണ് VP മേനോൻ. കേരള ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. ഇന്ത്യയിൽ ഗവർണറായ ആദ്യ മലയാളി VP മേനോൻ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ആധുനിക ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഗ്രീസാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം. ആധുനിക ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്.
ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് AB വാജ്പേയിയുമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് AB വാജ്പേയിയുമാണ്. ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1927 ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980 ഇന്ത്യൻ വന നിയമം 1927 നിലവിൽ വന്നു. ഇന്ത്യൻ വനസംരക്ഷണ നിയമം 1980 നിലവിൽ വന്നത്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരാഖണ്ഡാണ് പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. ഉത്തരാഖണ്ഡ് പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. ഇടിയെക്കുറിച്ചുള്ള പഠനം ഏതാണ്? മിന്നലിനെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ബ്രോണ്ടോളജിയാണ് ഇടിയെക്കുറിച്ചുള്ള പഠനം. ഫുൾമിനോളജിയാണ് മിന്നലിനെക്കുറിച്ചുള്ള പഠനം. ഇടിയെക്കുറിച്ചുള്ള പഠനം ബ്രോണ്ടോളജി, മിന്നലിനെക്കുറിച്ചുള്ള പഠനം ഫുൾമിനോളജി. ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായത് ആരാണ്? ബലിറാം ഭഗതാണ് ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായത്. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായത് ബൽറാം ഝാക്കറാണ്. ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായത് ബലിറാം ഭഗത്. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായത് ബൽറാം ഝാക്കർ. മാലി രാജ്യം ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? മാലി രാജ്യം ആഫ്രിക്കൻ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ വൻകരയിലാണ്. മാലി രാജ്യം ആഫ്രിക്കൻ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ വൻകരയിലാണ്. കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് എന്നാണ്? കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് എന്നാണ്? 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത്. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30 കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് 1994 ഏപ്രിൽ 23. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30. നീലരക്തമുള്ള ജീവികൾ ഏവയാണ്? പച്ചരക്തമുള്ള ജീവികൾ ഏവയാണ്? മൊളസ്കുകൾ ആണ് നീലരക്തമുള്ള ജീവികൾ അറിയപ്പെടുന്ന പേര്. പച്ചരക്തമുള്ള ജീവികൾ അറിയപ്പെടുന്നത് അനലിഡുകൾ എന്നാണ്. നീലരക്തമുള്ള ജീവികൾ മൊളസ്കുകൾ, പച്ചരക്തമുള്ള ജീവികൾ അനലിഡുകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഏതാണ്? ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ. ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ്. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. ജീവിത സ്മരണകൾ എന്നത് EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ്. രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത് ആരാണ്? രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹാർവിയാണ് രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത്. രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ് സ്റ്റെയ്നർ. രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത് വില്യം ഹാർവി. രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ് സ്റ്റെയ്നർ. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ് കേരള നെഹ്റു എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് അബ്ദുറഹിമാൻ സാഹിബാണ്. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് അബ്ദുറഹിമാൻ സാഹിബ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? സിലിക്കണാണ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കണും ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയവുമാണ്.
ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.